ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഹോം മെയ്ഡ് മിൽക്ക് പൗഡറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് അധികം ചേരുവയൊന്നും വേണ്ട, പാൽ മാത്രം മതി. അതുപോലെ അധികം പണിയുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ സാധാരണ പാത്രം എടുത്താലും മതി, നല്ലൊരു അടി കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളപ്പിക്കണം. തിളച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചാൽ പിന്നെ നമ്മൾ അധികം തിരിഞ്ഞ് നോക്കേണ്ടതില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ വല്ലപ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലോണം തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നമുക്ക് തിക്കാക്കി എടുക്കാനുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ തിക്കായിട്ടുണ്ട്. നമുക്ക് ആ ഒരു പനീറൊക്കെ ഉള്ള പോലെ അതിൻ്റെ ആ ഒരു പീര ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലോട്ട് ഒന്ന് നിരത്തി കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി ഏറ്റവും തിന്നായിട്ട് ഇതുപോലെ നിരത്തി കൊടുക്കുക. ഇനി ഇത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഒരു 3-4 മണിക്കൂർ ആദ്യം വെയിലത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഒന്നും കൂടെ അത് എടുത്ത് വീണ്ടും വെക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു 4 മണിക്കൂറോളം ഒന്ന് വെയിലത്ത് വെക്കാം. അപ്പോൾ ഇത് ഒരു 4 മണിക്കൂറോളം വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു മുകൾ ഭാഗം നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഇതുപോലെ അടർത്തി ഒന്ന് പീസാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് അടർത്തി എടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇത് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഒരു 4-5 മണിക്കൂർ വീണ്ടും വെയിലത്ത് വെക്കുക. അപ്പോൾ ഇത് നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 4-5 മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നന്നായി ഉണങ്ങിയിട്ടുണ്ടെന്ന്. ഇത് നമുക്ക് ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായി ഉണക്കിയെടുക്കുക. അല്ലെങ്കിൽ നമ്മളത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ലിക്വിഡായിട്ട് കിട്ടും, നന്നായി പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു മിൽക്ക് പൗഡറിൻ്റെ ഓൾമോസ്റ്റ് ആ ഒരു ടെക്സ്ചർ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു മിൽക്ക് പൗഡർ ഞാൻ കുറേ വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കന്നഡ മാഗസീനിൽ നിന്ന് കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അധികം മാഗസീനാണല്ലോ. അപ്പോഴേ എനിക്കിഷ്ടമായി ഉണ്ടാക്കി നോക്കിയപ്പോൾ. പക്ഷേ എനിക്കിതുവരെ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പാലൊക്കെ ഇങ്ങനെ സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുള്ളാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ
തരിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് കളയണ്ട, നമുക്കിത് വീണ്ടും ബ്ലെൻഡറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് തരിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കളയാം, കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ഇത്ര തരി ബാക്കിയുണ്ട് കേട്ടോ, അപ്പോൾ ഇത് നമുക്ക് കളയാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. സാധാരണ മിൽക്ക് പൗഡറിൽ കുറച്ച് മധുരം ഉണ്ടല്ലോ, അപ്പോൾ ചേർത്ത് കൊടുത്തില്ലാലും കുഴപ്പമില്ല. അപ്പോൾ അവർ കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ 3 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു മിൽക്ക് പൗഡറിലോട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിനി ഒന്നും കൂടി ഇത് ബ്ലെൻഡറിലിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായി മിക്സായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ബ്ലെൻഡറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടെ കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മിൽക്ക് പൗഡർ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് പൗഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം മായം കെമിക്കലൊന്നും ചേർക്കാത്ത മിൽക്ക് പൗഡറാണല്ലോ. അപ്പോൾ കണ്ടില്ല, ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു കണ്ടെയ്നറിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനൊരു ബൗളിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് ഇതിൽ ചായ ഉണ്ടാക്കുന്നതും കൂടി കാണിച്ചു തരാം കേട്ടോ, ഈ ഒരു മിൽക്ക് പൗഡർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നതും കൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിതിൽ ചായ ഉണ്ടാക്കുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കട്ടൻ എടുത്തിട്ട് അതിലോട്ട് എത്രയാണോ മിൽക്ക് പൗഡർ നമുക്ക് വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ചായ പോലെ തന്നെ ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചായയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്